നമസ്കാരം, എല്ലാവർക്കും ടേസ്റ്റി കുക്കിംഗ് റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് റേഷൻ അരി കൊണ്ട് സ്വാദിഷ്ടമായ ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഇതിനു വേണ്ട സാധനങ്ങൾ: സ്പ്രിംഗ് ഒനിയൻ, നെയ്യ്, ഉപ്പ്, ബീൻസ്, സെലറി, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ റേഷൻ അരി. ഇനി നമുക്കൊരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം റേഷൻ അരി കരടെല്ലാം കളഞ്ഞ് നന്നായി കഴുകുക. ഈ അരിയുടെ പശ പോകുന്നതുവരെ ഇതിൽ കാണുന്നത് രീതിയിൽ 5-6 തവണ നന്നായി കഴുകുക. അതിനുശേഷം അരി ഒരു 5 മിനിറ്റ് കുതിർക്കാൻ വെക്കുക. കുതിർന്ന അരി വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇടുക. അരി അധികം വെന്തുവാൻ സാധ്യതയുള്ളതിനാൽ പകുതി വേവുമ്പോൾ ഊറ്റിയെടുക്കുക. അടുത്തതായി ഉരുളി ചൂടാക്കുക. അതിലേക്ക് ഞാൻ ഇവിടെ നെയ്യാണ് ഒഴിക്കുന്നത്. നന്നായി ചൂടായ നെയ്യിൽ ക്യാരറ്റ്, സവാള, ബീൻസ്, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക.
അല്പം ഉപ്പ് കൂടി ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കിയതിനു ശേഷം അതിലേക്ക് സെലറി, സ്പ്രിംഗ് ഒനിയൻ എന്നിവ ചേർത്ത് ചെറുതായി വഴറ്റുക. ഇതിലേക്ക് ഊറ്റി വച്ചിരിക്കുന്ന റൈസ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇതിന്റെ കൂടെ എഗ്ഗ് മിക്സ് ചെയ്തോ ചില്ലി ചിക്കനോ കൂടെ ഉപയോഗിക്കാം. അടുത്ത എപ്പിസോഡിൽ സ്വാദിഷ്ടമായി ചില്ലി ചിക്കൻ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.